മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും അഗാധമായ സൗഹൃദവും ജ്യേഷ്ഠാനിയന്മാരെ പോലെയുള്ള ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ചുമാണ്. സ്വാഗതം. ഈ സുധാകരൻജിയുടെയും സതീശേട്ടൻ്റെയും പല സമയത്തുള്ള സ്നേഹപ്രകടനം കാണണം. കണ്ണ് നിറയണ പോലെ നമുക്ക് ചെവി പൊത്തി അങ്ങോട്ട് ഇരിക്കാൻ തോന്നും. അത്രയ്ക്ക് ഗംഭീരമായിട്ടല്ല അവർ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യണത്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. സമ്മതിച്ചേ ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെ ഉള്ളതെന്ന്. ആഹാ, എത്ര സംസ്കാര സമ്പന്നമായ ഭാഷ. സംഭവം വൈറലായി. ഇനി ന്യായീകരണത്തിന്റെ സമയമാണ്. സുധാകരൻജി കിച്ചിക്കോ. എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി നശിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് നിങ്ങളല്ലേ പറയേണ്ടത്. ഞാനറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവിനോട് ദേഷ്യപ്പെടണമൊക്കെ കണ്ടുല്ലോ സുധാകരൻജി. അത്രയ്ക്ക് അങ്ങോട്ട് വേണമായിരുന്നോ? ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം? ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാൻ എന്തിനും അതിന് ക്ഷുഭിതനാവണം? ഒച്ചോടോ, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ തേനും പാലും ഒഴുകണത് കണ്ടോ? പ്രതിപക്ഷ നേതാവ് മാസാണ്, ചൂപ്പറാണ്, അടിപൊളിയാണ്. പിന്നെ അല്ല, തെറി വിളിക്കുന്നതിലും വഴക്കുണ്ടാക്കുന്നതിലും മാത്രമല്ല മക്കളെ, ന്യായീകരണത്തിന്റെ കാര്യത്തിലും സുധാകരൻജി കിങ്ങാണ് കിങ്. അല്ല സുധാകരൻജി, ശരിക്കും എന്തുട്ടാ സംഭവിച്ചേ? ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാ മാധ്യമങ്ങളെ വിളിച്ചതിന് ശേഷം 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഒരു 10:45 മറ്റേ 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറഞ്ഞിട്ട് വന്നു. അത് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളോട് ഒരു മര്യാദ കാണിച്ചില്ലെന്ന് വളരെ സൗമ്യമായി പറഞ്ഞു. വേറൊന്നും സുധാകരൻജി പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്നും ചോദിക്കണ്ട. സുധാകരൻജിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട്. വേറൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെ ഉള്ളതെന്ന്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഇപ്പോൾ കുറേയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അതുകൊണ്ട് എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല. അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനോ മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് സതീശനും ഞാനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ, എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ന്യായീകരിക്കുന്ന കാര്യത്തിലും മത്സരമാണല്ലോ. പാവം സതീശേട്ടൻ പബ്ലിക്കായിട്ട് തെറിവിളി കേട്ടിട്ട് ന്യായീകരിക്കാൻ വരണം. ആ മനസ്സ് നമ്മളാരും കാണാണ്ട് പോരുത് കേട്ടോ. പ്രസിഡന്റ് ചോദിച്ചു ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ. നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കും. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കില്ല. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ചോദിക്കും. പക്ഷെ തുടക്കത്തിലും ഒടുക്കത്തിലും ഇങ്ങനെ സ്നേഹപ്രകടനം ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ സതീശേട്ടാ. നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും ആ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരാളാണ്. അപ്പോൾ ഇവൻ എവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റായി എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അത് ശരിയാ. KPCC പ്രസിഡന്റ് 10-20 മിനിറ്റാണ് പ്രതിപക്ഷ നേതാവിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അതെങ്ങനെ ശരിയാവും? പുതുപ്പള്ളിയിലെ മൈക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പുതുപ്പള്ളിയിൽ എന്താ പറഞ്ഞത്? ഞാൻ പറയാം ആദ്യം ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഒന്ന് ചിരിപ്പിക്കാണ്ട് പോവോ സതീശേട്ടാ. KPCC പ്രസിഡന്റ് അല്ല ആദ്യം സംസാരിച്ച് തുടങ്ങണ്ടേന്ന് പറഞ്ഞപ്പോൾ മുഖം വീർപ്പിച്ച് സതീശേട്ടൻ മൈക്ക് മുഴുവനും ദേഷ്യപ്പെട്ട് നീക്കി വെച്ചില്ലേ? പ്രവർത്തകരും നേതാക്കന്മാരും ഷാളണീക വന്നപ്പോൾ ദേഷ്യപ്പെട്ട് എല്ലാം തട്ടിമാറ്റില്ലേ? മാധ്യമ പ്രവർത്തകരുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാണ്ട് പിണങ്ങിയിരുന്നില്ലേ? അവസാനം ഇംഗ്ലീഷ് മീഡിയയുടെ ഇംഗ്ലീഷ് ചോദ്യത്തിന് മുന്നിലേക്ക് ഞങ്ങളുടെ സുധാകരൻജിയെ വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തില്ലേ? എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. എന്നിട്ട് ഇത് പറയും സുധാകരൻജി ചീത്ത വിളിച്ചപ്പോ സതീശേട്ടന് വിഷമയില്ലേ? അല്ല നാട് മുഴുവനും കേട്ടല്ലോ ഇത്. അപ്പൊ അദ്ദേഹം അതിന് മുമ്പ് കയറി ഞാനിപ്പോ എത്തിയെന്ന് വിചാരിച്ചിട്ട് എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ. അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. ഓ ജ്യേഷ്ഠാനിയന്മാരുടെ ആ ഒരു പ്രത്യേകതരം സ്നേഹല്ലേ? നല്ലതാ.
സാധാരണ ദേഷ്യപ്പെടുന്നത് പോലെയല്ലല്ലോ ഇത്തവണത്തെ ദേഷ്യപ്പെടല്. സംഗതി തെറിവിളിയല്ലേ സതീശേട്ടാ, ആകെ മൊത്തം നാറ്റക്കേസായില്ലേ. ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് അയച്ച എന്നെക്കാൾ പ്രായത്തിൽ കുറവല്ല. ഞാൻ പറഞ്ഞ കിട്ടിയത് നിങ്ങൾ ഓടും ഇവരോടൊക്കെ. ഓ, സതീശേട്ടനും സഹപ്രവർത്തകരോട് ഇങ്ങനെ തന്നെയാണോ പെരുമാറാ? വെരി ഗുഡ്. അപ്പൊ എല്ലാരും മാത്തമാറ്റിക്സ് തന്നെ. അതിൽ നിങ്ങൾ പറയുന്നത് പോലത്തെ ഒരു പ്രയോഗം വന്നതെങ്കിൽ അത് സാധാരണ ഒരു തമിഴ് ഭാഷയിൽ പറയുന്നൊരു വാചകമാണ്. പിന്നെ ആദ്യത്തെ വാചകം മാത്രമാണെങ്കിൽ മൈ ഡിയർ എന്നും വിശേഷിപ്പിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് അത്ര. സുധാകരൻജി വിളിച്ചത് തെറിയല്ല ഹേ, അത് തമിഴിലൊരു വാക്കാണ്. ഇനി അതല്ല അച്ഛാ, ഇംഗ്ലീഷിലൊരു വാക്ക് മൈ ഡിയർ. ഫുൾ സെൻറ്റൻസ് ആണ് പറഞ്ഞതെങ്കിൽ അതിന് തമിഴിൽ പറയുന്ന ഒരു ഭാഷയാണ്. അതല്ല അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. അതൊന്നും പാർട്ടിയിലെ ഒരു വഴക്കിൻ്റെ ഭാഗമല്ല. തമിഴിൽ ആ വാക്ക് കാരണം സതീശേട്ടനും സുധാകരൻജിയും ഒരുമിച്ച് നടത്താനിരുന്ന വാർത്താ സമ്മേളനം വരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ക്ഷീണം അങ്ങോട്ട് മാറട്ടെ എന്ന്. വാർത്താ സമ്മേളനം നടത്തിയില്ലെങ്കിലും പത്തനംതിട്ടയിലെ പരിപാടിക്ക് രണ്ടാളും ഒന്നിച്ച് വന്നിരുന്നു കേട്ടോ. ആവശ്യമില്ലാത്ത ചോദ്യം ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ അറിയിക്കുമല്ലോ. മൂടുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതന്നെ ചോദിക്കാനുള്ളോ? ചീത്ത വിളി കേട്ടെന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് ഒന്നിച്ചിരുന്നൊരു പത്രസമ്മേളനം. അല്ല പിന്നെ ദേഷ്യം വരില്ലേ? പരിപാടിയുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കൊടുക്കാൻ പോലും മനസ്സ് വന്നില്ല. അപ്പോഴാണ് ഒരു പ്രസ് മീറ്റ്. അതേസമയം മറ്റൊരിടത്ത് സമരാഗ്നി പരിപാടിക്ക് പത്തനംതിട്ടയിൽ നൽകിയ സ്വീകരണ ചടങ്ങാണ് വേദി. സ്വാഗതമരളി പത്തനംതിട്ട MP ആന്റോ ആന്റണി. സമരാഗ്നിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ, KPCC പ്രസിഡന്റ് കെ സുരേന്ദ്രനോ? അപ്പൊ കെ സുധാകരനാരാ? കെ സുധാകരൻ അവറുകളെ, ഇതെല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ഒരു നമ്പറല്ലേ? എല്ലാവരോടും ഭയങ്കര സഹോദര സ്നേഹല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് നേതാക്കളെ തമ്മി തല്ലിക്കാൻ പുറത്തുനിന്ന് ഒരു ശത്രുക്കളും നോക്കണ്ടട്ടാ. എല്ലാത്തിനും കെൽപ്പുള്ള ഉശിരുള്ള ആൾക്കാർ പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെന്തിനാണ് പുറത്തുനിന്ന് ആൾക്കാർ? എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.